ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ ശരിക്കും എനിക്കറിയാം ഒരുപാട് ഈ ഹീലിംഗ് വില്ലേജിൽ ഒരുപാട് ഹീലിംഗ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സിദ്ധ യോഗ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നറിയാം. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ബേസ് ഒന്ന് തുടങ്ങാം. എന്താണ് ഗുരുജിയെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന വാക്ക് സ്പിരിറ്റ് എന്ന് തുടങ്ങുന്നതാണ്. ഉം. ഈ സ്പിരിറ്റ് എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്ക് സ്പൈറസ് എന്ന വാക്കും തുടങ്ങിയതാണ്. ശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജീവൻ എന്ന് മലയാളത്തിൽ പറയാം. ആ. അപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നു, ആരെങ്കിലും പറയും ആൾ പോയി മരിച്ചുപോയി ആ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് കൺഫേം ചെയ്യുക? കൈവച്ച് ശ്വാസമുണ്ടോ എന്ന് നോക്കും. ശ്വാസമുണ്ടെങ്കിൽ പറയും ഹേയ് ശ്വസിക്കുന്നു പോയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ജീവനെയാണ് സ്പിരിറ്റ് എന്ന് പൊതുവേ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഹൃദയം ഇതൊക്കെ നമുക്ക് അറിയാം. ആ. എന്നാൽ ഇതിനകത്തൊരു ഞാനുണ്ടെന്ന് അറിയാമല്ലോ. അതെ. ആ ഞാൻ ആരാ? അപ്പോൾ നമ്മൾ ഇദ്ദേഹം പറഞ്ഞില്ലേ, രമണ മഹർഷി, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കുണ്ട്, ഹു ആം ഐ, ഞാൻ ആര്. ഈ ഞാൻ ആര് എന്ന ചോദ്യത്തിലെ ഞാൻ ആണ് പൊതുവെ അറിയാത്ത ആത്മാവെന്ന് പറയുന്നത്. ആ ആത്മാവിനെയാണ് നാം ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് സത്യത്തിൽ അത് വാക്കുകൾക്ക് അതീതമാണ്. ഇതാദ്യമേ മനുഷ്യനുണ്ടായ കാലം മുതൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അനുഭവിച്ച ഗുരുക്കന്മാർക്ക് അത് പറയാൻ കഴിയാതെ വന്നു. ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു സ്പെഷ്യൽ മിഠായി തന്നു നോക്കുക, ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് പറയാണ് ആ കൊള്ളാം. അപ്പം ഞാൻ ചോദിക്കും എന്ത് കൊള്ളാം? രുചിയുണ്ട്. എന്ത് രുചി? സോ ആ രുചിയെ പറയാൻ കഴിയില്ല, അതൊരനുഭവമാണ്. അപ്പോൾ പറയാവുന്നത് അതിൽ നെയ്യുണ്ട്, ശർക്കരയുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വ്യാവഹാരികമായ വാക്കുകളാൽ വിവരിക്കാവുന്ന ഒരു തലം വരെ ഉണ്ട്. അതാണ് വേദം എന്ന് പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഞാനെന്ന ഒരു അനുഭവം, ഒരാനന്ദം, അത് പറയാൻ കഴിയില്ല, അത് സിദ്ധമാകുന്നതാണ്. അപ്പോൾ ആത്മാവ് എന്നത് ഒരു അനുഭവമാണ്, ഒരു സിദ്ധതലമാണ്. അത് ഇന്ന് വരെ ആരും എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയാനും പോകുന്നില്ല.